മാതൃഭൂമിയുടെ തെരഞ്ഞെടുപ്പ് സർവേയുടെ 2ാം ദിവസം LDFിനെയും UDFിനെയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന സന്ദേശം നൽകും വിധമായിരുന്നു അവരുടെ അവതരണം. തീർച്ചയായും മാധ്യമങ്ങൾ തമ്മിൽ നടത്തുന്ന കഴുത്തറുപ്പൻ മത്സരങ്ങൾ എന്ന് പറയാവുന്ന രീതികൾ അവലംബിക്കുന്നത് കൊണ്ട് തന്നെ 4ാമത്തെ ദിവസം വരെ ഇരു മുന്നണികളുടെയും ആളുകളെയും ഒപ്പം NDAയുടെ ആളുകളെയും കൂടെ നിർത്തണം എന്നൊരു ലക്ഷ്യവും ഒരു പക്ഷേ ഇത്തരം അവതരണത്തിലൂടെ ഉണ്ടാകാം. അതുകൊണ്ടാണ് 70 മണ്ഡലങ്ങളുടെ ഫല സാധ്യത പ്രഖ്യാപിക്കുമ്പോൾ LDFിൻ്റെ സാധ്യത 34 മുതൽ 37 വരെയും UDFിൻ്റെ സാധ്യതകൾ 33 മുതൽ 35 വരെയും എന്ന് പറഞ്ഞു വെക്കുന്നത്. NDAക്ക് ഒരു സീറ്റിലും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നെക്ക് ടു നെക്ക് പോരാട്ടം നടത്തുന്ന 3 മണ്ഡലങ്ങളെയും പറ്റി അവർ പരാമർശിക്കുന്നു. അതേസമയം ഈ സർവേയുടെ ചില സൂചനകൾ 2 മുന്നണികൾക്കും ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. അമ്പലപ്പുഴയിൽ അവിചാരിതമായ മുന്നേറ്റം UDF ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ കായംകുളത്ത് മത്സരിക്കുന്ന അവിടുത്തെ ആവർത്തിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി പ്രതിഭയും കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ M ലിജുവും തമ്മിലുള്ള മത്സരത്തെപ്പറ്റി മാതൃഭൂമി പറയുന്നത് കായംകുളത്ത് 5.4% വോട്ട് നേടാൻ പ്രതിഭ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുവെന്നാണ്. അതിൻ്റെ അർത്ഥം ആലപ്പുഴ ജില്ലയിൽ ഒരു UDF അനുകൂല തരംഗം ഇല്ല എന്നവർ സൂചന നൽകുന്നു. അങ്കമാലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടക്കില്ല എന്ന് മാതൃഭൂമി പറയുന്നത് തീർച്ചയായും യാഥാർത്ഥ്യബോധത്തോടെയാണ്. മണലൂരിൽ നോക്കൂ, തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ അവർ നടത്തുന്ന വലിയ പോരാട്ടം നടക്കുന്ന ഒരു പ്രധാന ഇടമാണ് മണലൂർ. നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയ മുഖമായ ശ്രീ പ്രതാപനും LDFിൻ്റെ ഏറ്റവും ജനകീയ മുഖം മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി എന്ന തരത്തിൽ വളരെ ശ്രദ്ധേയനായ രവീന്ദ്രൻ മാഷും തമ്മിലുള്ള മത്സരത്തിൽ 4%-ലധികം UDFിന് അനുകൂലമായ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൂഞ്ഞാറിനെ പറ്റിയുള്ള മാതൃഭൂമിയുടെ വിലയിരുത്തലാണ് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ പൂഞ്ഞാറിലെ ഒരു കാലത്ത് കിരീടം വെക്കാത്ത, ഒരുപക്ഷെ കിരീടം വെച്ച രാജാവെന്ന് സ്വയം പറഞ്ഞു നടന്ന PC ജോർജിൻ്റെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം PC ജോർജ് 2ാം സ്ഥാനത്തെങ്കിലും വന്ന് UDFിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ ഇപ്പോൾ മാതൃഭൂമിയുടെ കണക്ക് പ്രകാരം LDFും UDFും നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാർജിനൽ ഡിഫറൻസിൽ പൂഞ്ഞാറിൽ ഫലം കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യം തുടരുമ്പോൾ ശ്രീ PC ജോർജ് ഒരുപക്ഷെ എടുക്കാച്ചരക്കായി മാറുമോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് അവരുടെ അവതരണം. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്ന് മാതൃഭൂമി പറയുന്നു. ചാത്തന്നൂരിൻ്റെ സ്ഥിതി നോക്കൂ, കൊല്ലത്ത് കോൺഗ്രസ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ചാത്തന്നൂരിലെ കോൺഗ്രസിൻ്റെ അസംബ്ലി മണ്ഡലത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി ഇപ്പോഴും തുടരും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലം സൂചിപ്പിക്കുന്നത്. ചാത്തന്നൂരിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വളരെ പരിതാപകരമായ 3ാമത്തെ സ്ഥാനത്ത് തുടരേണ്ടി വരുമ്പോൾ LDFിന് വ്യക്തമായ ഭൂരിപക്ഷം അവിടെ മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. മാനന്തവാടിയിൽ ക്യാബിനറ്റിൽ നിന്നുള്ള ശ്രീ കേളു മത്സരിക്കുന്ന മാനന്തവാടിയിൽ കേളുവിന് വീണ്ടും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്നാണ് സർവേ പറയുന്നത്. വടകരയിലേക്ക് വന്നാൽ കോഴിക്കോട് UDFിന് വലിയ മുൻതൂക്കം ഉണ്ടാകുമെന്നും അങ്ങനെ മുൻതൂക്കം ഇല്ലാതിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കൃത്യമായ ഭൂരിപക്ഷം നേടിയ ശ്രീമതി രമ ഈ പ്രാവശ്യം അവരുടെ ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെടുമെന്നും
LDFും UDFും തമ്മിൽ നെക്ക് ടു നെക്ക് പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്നും മാതൃഭൂമി പറയുമ്പോൾ അത് അംഗീകരിക്കുവാൻ UDFുകാർ തയ്യാറാകുമോ? ഈ യാഥാർത്ഥ്യമാണ് എന്ന് LDF തിരിച്ചറിയുമോ നമുക്കറിയില്ല. എന്തായാലും വടകരയിലെ ചിത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല എന്ന് മാതൃഭൂമി സൂചന നൽകുന്നുണ്ട്. ഇനിയും നമുക്കറിയാമല്ലോ, ഗുരുവായൂർ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ളത്. അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മുസ്ലിം ലീഗ് വ്യക്തമായ ഭൂരിപക്ഷം ഒരു കാലത്ത് നേടിയിരുന്നു. പിന്നീടുള്ള കാലമെടുത്ത് പരിശോധിച്ചാൽ CPIMന്റെ സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടേയിരുന്നു. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ കുപ്രസിദ്ധമാക്കി മാറ്റിയ ശ്രീ ഗോപാലകൃഷ്ണന്റെ മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവിടെ ശ്രീമാൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വർഗീയ വിഭാഗീയ ചിന്താധാരയ്ക്ക് വലിയ തിരിച്ചടി കൊടുക്കും എന്ന് മാതൃഭൂമി പറയുന്നു. അവിടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് 19% വോട്ട് മാത്രമേ നേടാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കം ഒരിക്കൽ കൂടി ഗുരുവായൂരിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. കോട്ടയത്തും ബാലുശ്ശേരിയിലും പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടക്കുകയില്ല. കോട്ടയത്ത് കൃത്യമായ ഭൂരിപക്ഷത്തിൽ ശ്രീ തിരുവഞ്ചൂർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. ബാലുശ്ശേരിയിൽ കൃത്യമായ ഭൂരിപക്ഷം LDFിനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 70 മണ്ഡലങ്ങളിലെ അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകനം അവസാനിപ്പിക്കുമ്പോൾ നാളെയും മറ്റന്നാളും ഈ മുന്നണികളുടെ അണികൾ മാതൃഭൂമി വീണ്ടും കേൾക്കാൻ അവസരമുണ്ടാക്കും വിധമാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് നോക്കൂ, കഴിഞ്ഞ 30-ാം തീയതി വരെയുള്ള തെരഞ്ഞെടുപ്പ് സർവേയുടെ മുഴുവൻ ഉള്ളടക്കവും മാതൃഭൂമിയുടെ കയ്യിലിരിക്കുന്ന അവസ്ഥയിൽ ജില്ലകളിലൂടെ കൃത്യമായ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഈ സർവേ ഫലം അവതരിപ്പിക്കുന്നതിന് പകരം കേവലം ചില സിനിമകളിലെ ഉദ്വേഗജനകമായ രംഗങ്ങൾ കാണിച്ച ആളുകളെ തിയേറ്ററിൽ കയറ്റുന്നത് പോലെ തങ്ങളുടെ മാധ്യമത്തിൻ്റെ ശ്രദ്ധ നിലനിർത്താനായി നടത്തുന്ന നമ്പറുകൾ യഥാർത്ഥത്തിൽ ശരിയായ രാഷ്ട്രീയ വിലയിരുത്തലിൽ നിന്ന് മാധ്യമങ്ങൾ തെന്നിമാറുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കും. അപ്പോഴും മാതൃഭൂമി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ തീർച്ചയായും ഗൗരവതരമായി നമ്മൾ പരിശോധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള അടിയൊഴുക്കൾ നടക്കുന്നുവെന്നും ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരത്തിൽ വലിയ കാറ്റ് ഇവിടെ ഇല്ല എന്നും നമുക്ക് ബോധ്യപ്പെടേണ്ടത്.